2024 ആസിഫ് അലി ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2025 സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആസിഫ് അലിൻ്റെ വക ഗംഭീര ഹിറ്റ്. പറഞ്ഞു വരുന്ന വേറൊന്നല്ല, രേഖാചിത്രം. എൻ്റെ പൊന്നു മക്കളെ, ഒന്നും പറയാനില്ല. ഞാൻ ഇപ്പം അടുത്ത് കണ്ട ഫിലിമിൽ ഏറ്റവും ബെസ്റ്റ് മൂവി എന്ന് തന്നെ പറയാൻ പറ്റും. ഏറ്റവും ബെസ്റ്റ് മൂവി പറയാൻ പറ്റും. കാരണം ഇതിൻ്റെ കഥ നടക്കുന്നത് ഒരുപാട് പുറകോട്ട് പോയിട്ട് ഒരുപാട് പഴയ കാലഘട്ടത്തിൽ എല്ലാം കോർത്തിണക്കിയിട്ട് ഒരു കുറ്റാന്വേഷണ കഥ. അതും ആദ്യം നമ്മുടെ മുന്നിലേക്ക് വില്ലൻ ആദ്യം നമ്മുടെ മുന്നിലേക്ക് എടുത്തിട്ടിട്ട് അതെങ്ങനെയാണ് ചെയ്തതെന്ന് കൊണ്ടുവരുന്ന ഒരു കഥ. അതാണ് ഈ ഒരു ഫിലിമിൻ്റെ ഏറ്റവും സൂപ്പറായിട്ട് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള ആസിഫ് അലിൻ്റെയൊക്കെ ക്യാരക്ടർ, ആസിഫ് അലി അഭിനയിക്കുകയല്ല, ജീവിക്കുകയാണ്. അതേപോലെ അനശ്വര രാജൻ. പിന്നെ എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ ഡയറക്ടർ ജോഫിൻ ടി ചാക്കോ, ചെറിയ പയ്യനാന്ന് തോന്നുന്നു, ജോഫിൻ ടി ചാക്കോ. അതേപോലെ ക്യാമറാമാൻ. പിന്നെ പറയാനുള്ളത് ഈ ഫിലിമിൻ്റെ ലൊക്കേഷനുകൾ. പിന്നെ മമ്മൂട്ടിയുടെ പ്രത്യേകിച്ച് പറയാൻ മറന്നുപോയി. മമ്മൂട്ടിയുടെ AI ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി മമ്മൂട്ടിനെ ചെറുതാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് മമ്മൂട്ടിനെ തിയേറ്ററിൽ കിട്ടിയിരുന്ന ഒരു ഓളം. എൻ്റെ പൊന്നു മക്കളെ, ഒന്നും നോക്കാനല്ല, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോളി. കാരണം ഇപ്പം ഓൾറെഡി 50 കോടിയും കഴിഞ്ഞിട്ട് പടം മുന്നോട്ട് പോവുകയാണ്. ഞാൻ റിവ്യൂ ഇടാൻ കുറച്ച് വൈകിയതാണ്, കുറച്ച് പേഴ്സണലായിട്ട് കുറച്ച് തിരക്കൊണ്ടാണ് റിവ്യൂ ഇടാതിരുന്നത്. അപ്പോൾ ആസിഫ് അലിൻ്റെ ഈ ഫിലിമും കൂടെ 50 കോടി കഴിഞ്ഞിരിക്കുകയാണ്, 100 കോടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടർഫുൾ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതിൻ്റെ അപ്പുറം ഒന്നും പറയാനല്ല. ഞാൻ 100-ൽ 95% ഞാൻ കൊടുക്കും, 100-ൽ 95 ഞാൻ കൊടുക്കും. ഓക്കെ, അപ്പം 100-ൽ 100 കൊടുക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് മാത്രമാണ്. അപ്പം രേഖാചിത്രം എന്ന ഫിലിമിനെ നിങ്ങൾ എന്ത് ചെയ്യുക, സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണുക. ഒരുപാട് നല്ല നല്ല സീക്വൻസുകളുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ നമുക്കത് ഒരു മിസ്സാവും. ഓക്കെ, അപ്പോൾ ആസിഫ് അലി എന്ത് കണ്ടിട്ടാണെന്നറിയില്ല. ആസിഫ് അലിൻ്റെ 2024 മൊത്തം ആസിഫ് അലി കൊണ്ടുപോയി. അതേപോലെ 2025 ഇപ്പം തുടക്കം ആസിഫ് അലി കത്തിക്കേറി. ഇനിയും ഒരുപാട് പടങ്ങൾ ആസിഫ് അലിക്ക് വരാനുണ്ട്. അപ്പോൾ എന്തായാലും രേഖാചിത്രം എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ അപ്പോൾ അടുത്തൊരു ഫിലിം പ്രാവിൻകൂട് ഷാപ്പ. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ പടം കാണുക, 100 കോടി അടിപ്പിക്കുക. ഓക്കെ, താങ്ക് യു.